നമസ്കാരമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് റെയിൽവേ റൂട്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ആസാമിലെ ദിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ പാത. അവിടെ ഓടുന്ന വിവേക് എക്സ്പ്രസ് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിനായിട്ട് അറിയപ്പെടുന്നത്. അതായത് ഒരു 3 ദിവസത്തോളം ട്രാവൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഗുവാഹട്ടി മുതൽ തിരുവനന്തപുരം വരെയുള്ള മറ്റൊരു ട്രെയിൻ കൂടി ഉണ്ട്, അതും കുറച്ച് ലോങ്ങസ്റ്റ് ആണ്. അതുകൂടാതെ ജമ്മുതാവി മുതൽ കന്യാകുമാരി വരെയുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിമസാഗർ എക്സ്പ്രസ് മറ്റൊരു ലോങ്ങസ്റ്റ്, ഏകദേശം ഒരു 3000 സംതിങ് കിലോമീറ്റേഴ്സ് വരുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മാക്സിമം, അതായത് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ട്രെയിൻ റൂട്ട് എന്ന് പറഞ്ഞാലും മാക്സിമം ഒരു 3 ദിവസം മാത്രമേ ട്രാവൽ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ 5 ദിവസം ഇന്ത്യയിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുക പറഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട. അപ്പോൾ 5 ദിവസം ട്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്ത ഒരു കഥയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസം ട്രെയിനിലിരുന്ന് യാത്ര ചെയ്ത് വന്ന നമ്മളെ ചങ്ക് ഷജീർ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ അവൻ്റെ ബാണ്ടക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ തോറ്റ് തുന്നമ്പാടി വന്ന നമ്മളെ മഹാൻ. ഇതാണ് സത്യം പറഞ്ഞാൽ ഇത് തോറ്റെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ജയിച്ചെന്ന് വേണം പറയണം. കാരണം ഞാനാണെങ്കിൽ ഇതൊക്കെ വഴിയിൽ വെച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ടാവും. ആക്ച്വലി കൊങ്കണിൽ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് നാട്ടിൽ നിന്ന് വിട്ടത്. കണക്ക് പ്രകാരം ഈ ഒരു വെള്ളിയാഴ്ച ഇവിടെ എത്തേണ്ടതാണ്. അപ്പോൾ വെള്ളിയും കഴിഞ്ഞ് ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ഇവിടെ ട്രെയിൻ എത്തിയിട്ടുള്ളത്. ഏകദേശം 5 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആദ്യം രത്നഗിരിൻ്റെ അടുത്തുള്ള ചിപ്ലിൻ ആ സ്റ്റേഷനിലും മറ്റുമാണ് നിർത്തി വെച്ചത്. അതിനുശേഷം ഗോവയിലേക്ക് തിരിച്ചു പോയി. പിന്നെ അവിടുന്ന് മംഗലാപുരം പോയിട്ട് അവിടുന്ന് എന്താ പറയണ്ടേ ഡൈവേർട്ട് ചെയ്തിട്ടാണ് വന്നത്. ഇടയിൽ പിന്നെ ഷൊർണൂർ വഴിയൊക്കെ തിരിച്ചു വിടാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കണ്ണൂർ ഇറങ്ങിയിട്ടുണ്ടാവും തിരിച്ചിട്ട്. കാരണം ഇത്രയും ഒരു ക്ഷമ നമ്മളെ കേസിലില്ല. കാരണം 5 ദിവസം എന്നൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആ കാര്യത്തിൽ എന്തായാലും ഇവൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ സമ്മതിച്ചു കൊടുത്തിന്. ഏതായാലും ഇതിൻ്റെ മറ്റ് അനുഭവങ്ങളൊക്കെ നമുക്ക് അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ പറഞ്ഞ പോലെ എന്തിൻ്റെ ക്ഷീണം പിടിച്ചു പോയാ? ക്ഷീണമൊന്നും പിടിച്ചിട്ടില്ല. എന്താ അനുഭവം, ജീവിതം തന്നെ ഒരു യാത്രയല്ലേ, അതുകൊണ്ട് അതിലങ്ങ് ലയിച്ചിരുന്നു. പിന്നെ മൊബൈലിൽ ചാർജൊക്കെ ഉണ്ടായിരുന്നോ? ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഭക്ഷണമാ ഓരോ വൈകുന്ന കിട്ടുന്ന വാങ്ങി കഴിച്ചു. പിന്നെ പാൻട്രിക്കാരുണ്ടായിരുന്നു, പക്ഷെ ഭക്ഷണം വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. നല്ലായിരുന്നു. അത് ഒരേ സാധനം ചൂടാക്കിട്ട് ഇന്ത്യൻ റെയിൽവേ കിട്ടിയ സാധനം തന്നെ രാത്രി തരുന്നത്. നന്നായി. അപ്പൊ ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് പിന്നെ ആ ഭാഗം ബിരിയാണി കഴിക്കാനോ പല ടേസ്റ്റില്. പിന്നെന്താ, ഒന്നിച്ചുണ്ടായവര് കുറച്ച് വൈബുള്ളവരായതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിട്ടില്ല. കുറെ പേര് പകുതിക്കുന്ന ഗോവയിൽ നിന്നൊക്കെ വിമാനം കയറി അങ്ങ് പോയി. എനിക്ക് ലഗേജ് വിഷമിപ്പിച്ചല്ലേ. നോക്കാം, നമ്മളെ കെട്ട് അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. 2-3 ബാഗുണ്ട്. നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നില്ല. ഇതൊക്കെ എന്ത് കഷ്ടപ്പാട്, ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. ഏതായാലും നടക്കട്ടെ. പിന്നെ തിരിച്ചു പോയ സമയത്ത് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ എന്നുണ്ട്. വീട്ടിൽ നിന്ന് പറഞ്ഞു, ഫ്രണ്ട്സ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഇറങ്ങുക. പക്ഷെ മുന്നോട്ട് വെച്ച കാലം നമ്മൾ അത് ഞാൻ ഏതായാലും അംഗീകരിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം അവര് നമ്മളെ കൊണ്ട് പറ്റാത്തതാണ്. എന്നാലും പല കാര്യങ്ങളും റിസ്ക് എടുക്കലുണ്ട്. പക്ഷെ ഇതുപോലത്തെ അതുകൊണ്ട് എന്തായി, ഫസ്റ്റ് തന്നെ പോയി ചിപ്ലിനിൽ മറ്റേ വെള്ളം കയറി, പാലത്തിന് നേരെ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞ് പെട്ടു. എന്നിട്ട് അവിടെ ഒരു അത്രയേ ഉള്ളൂ, ഒരു ജസ്റ്റ് 15 മണിക്കൂർ പിടിച്ചിട്ട്. എന്നിട്ട് എന്ത് തിരിച്ചു വഴി പോവാന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3 മണിക്കൊണ്ട് ആരോ വന്ന് വിളിക്കുന്നു. എന്ത് പറയുന്നത്, നിങ്ങളുടെ ട്രെയിൻ ക്യാൻസൽ ചെയ്ത് അപ്പുറം ഒരു ട്രെയിൻ ആയിട്ട് കയറിക്കോന്നാണ്. നല്ല മൈ ലഗേജും കൊണ്ട് ചാടി കയറി അപ്പുറം പോയി കിട്ടുന്ന സീറ്റിൽ കയറി കടന്ന് അമേരിക്കയിലെ പിറ്റേ ദിവസത്തേക്ക് ശരിയാവും. നോക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഗോവയിൽ പോയിട്ട് അവിടെ പിടിച്ചിട്ട് ഒരു ദിവസം. അങ്ങനെ പിന്നെ പറഞ്ഞ് ഷൊർണൂർ വയ്യാ പോകുന്നു, അല്ലെങ്കിൽ മംഗലാപുരം വഴി കറങ്ങിപ്പോകുന്നു. അങ്ങനെ ഒരു ലോക്കൽ പൈലറ്റ് പറയുന്നത് എനിക്കറിയില്ല മക്കളെ, ഞാൻ സിഗ്നൽ കാണുന്നത് ഞാൻ പോകും, അത്രയും എനിക്കറിയുമെന്ന് പറഞ്ഞു. പിന്നെന്താ, കർണാടക വഴി കറങ്ങി ആന്ധ്ര എത്തി, തെലങ്കാന വഴി കറങ്ങി നാഗ്പൂർ വന്ന്, അല്ല മഹാരാഷ്ട്ര വന്നു. പിന്നെ അതായത് ഞാൻ നിന്നിടത്തുനിന്ന് 200 കിലോമീറ്റർ വരാൻ വേണ്ടിക്ക് 1.5 ദിവസം ചുറ്റി. അങ്ങനെ കറങ്ങി ഗുജറാത്ത് എത്തിയല്ലേ, സൂറത്തൊക്കെ വന്നിട്ട് ലാസ്റ്റ് ഗുജറാത്ത് എത്തി, സൂറത്ത് എത്തി. അതാണ് കോമഡി. അപ്പോൾ സൂറത്തിലുള്ള കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ച് സൂറത്തിൽ പോയിട്ടാണ് പിന്നെ അവിടുന്ന് ഇങ്ങനെ സൈഡിലേക്ക് വന്നത്, ഡൽഹി സൈഡിലേക്ക് വന്നത്. ഏകദേശം ഒരു 800-1000 യാത്രക്കാരുണ്ടെങ്കിൽ ഒരു 500 ആളെ ബാക്കിയുണ്ടായിരുന്നു. 300 ആളും ഗോവയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു പോയായിരുന്നു. പക്ഷെ നമ്മളെ കേസിൽ നടക്കുമല്ലോ, ഇത്ര ലഗേജ് വെച്ചിട്ട് പകുതി സാധനം ചിലപ്പോൾ എയർപോർട്ടിൽ ഒഴിവാക്കേണ്ടി വരും. കാരണം പല സാധനങ്ങളും വീട്ടിൽ നിന്ന്, ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് വീട്ടിൽ നിന്ന് ആക്കി തന്നെയാണ്. ഇതൊക്കെ ചിലപ്പോൾ അരിയുണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ ബോംബാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എയർപോർട്ടിൽ അവിടെ പിടിച്ചു വെക്കും. അപ്പോൾ ഏതായാലും ട്രെയിനിൽ വന്നാൽ നന്നായി. എന്തായാലും സമ്മതിക്കണം ഇവന്റെ ആ ഒരു ഡെഡിക്കേഷൻ. സംഭവം ഇവിടെ കറങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ട്രാവൽ ചെയ്യേണ്ട ഒരു എന്താ പറയുക, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ത്വരയുണ്ടാവില്ലേ,
അപ്പോൾ അതാണ് ഇതിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാധനം. കാരണം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചേക്കേണ്ട ആ ഒരു എന്താ പറയണ്ട ഒരു ഡിറ്റർമിൻ്റ് ആണ്. അതുകൊണ്ടാണ് വരാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നെ എന്താ ഈ ചാൻസ് ഒരിക്കലും 5 ദിവസം യാത്രയുടെ ചാൻസ് ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ കിട്ടും. അത് ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് അത് എൻജോയ് ചെയ്തു. ഏത് ബോറടിയിലും എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് കണ്ടെത്തലാണ് ഒരു മനുഷ്യന്റെ രീതി. ഏത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് ശരിയാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും അതൊരു നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി, അത് നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഇനിയും ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടും. നമ്മളും ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ട്, ഒരു 10 മണിക്കൂറൊക്കെ ട്രെയിൻ ലേറ്റ് ആയിട്ടുണ്ട്. മുമ്പ് ഞാൻ വരുമ്പോഴൊക്കെ പലതവണ ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 5 ദിവസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയണ്ടത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. സാധാരണ ഇങ്ങനെയുള്ള കേസിലൊക്കെ ട്രെയിൻ ക്യാൻസൽ ചെയ്തിട്ട് അവർ തിരിച്ചു വിടാനുള്ള പരിപാടികളാണ് നോക്കുക. പക്ഷെ എന്നിട്ടും അവർ ട്രെയിന് തിരിച്ച് പിന്നെ വരാൻ കാണിച്ചൊരു ഇത് അതെന്താണെന്ന് സംഭവം എന്നറിയില്ല. അത് ചിലപ്പോൾ യാത്രക്കാരോട് അവരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. അത് അമൃത്സർ പോണ ട്രെയിൻ ആയിരുന്നു അല്ലേ? അതെന്ന് വെച്ചാൽ കേരളത്തിൽ ഒറ്റ ട്രെയിനുള്ളൂ അമൃത്സറിലേക്ക്. അപ്പം പിന്നെ ഒറ്റ വണ്ടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ തിരിച്ച് ബുക്കിംഗ് ഉള്ളതും കൂടി എല്ലാം കൂടി റെയിൽവേ നഷ്ടം വരും. അതുകൊണ്ട് മാത്രമാണ് ഇത് ക്യാൻസൽ. പക്ഷെ അവിടെ നിന്ന് ഇത് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അന്ന് ബുക്ക് ചെയ്ത ആൾക്കാരും ഡിലേ ആവില്ലേ? ഡിലേ ആവും, പക്ഷെ എന്തായാലും റിട്ടേൺ വരുമല്ലോ. ആ ട്രെയിൻ തന്നെ തിരിച്ചു കയറുമായിരിക്കും അല്ലേ? ആ ട്രെയിൻ തന്നെ തിരിച്ചു വരും. അതായിരിക്കും. എന്തായാലും നമ്മളിപ്പോ ഒരു വയനാട് റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ AC റൂം എടുത്ത് നിൽക്കണമെങ്കിൽ എത്ര ദിവസം നിൽക്കണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും? ഇതൊരു 2500 രൂപയ്ക്ക് 6 AC ഇരുന്നില്ലേ? അതും ഒരു ലാഭം. ശരിയാണ്. നല്ല മഴയായിരുന്നല്ലേ ഒന്നും. കാണാൻ കാഴ്ചകൾ ഒരുപാട് സംസ്ഥാനങ്ങൾ കുറെ കവർ ചെയ്തുകൊണ്ട് കുറെ കാഴ്ചകൾ കണ്ടു. ആൾക്കാരൊക്കെ കുറവാണ്, കൂടുതലും പട്ടാളക്കാരാണ് ഉണ്ടായത്. അതുകൊണ്ട് അതൊരു സെക്യൂർ ആൻഡ് സേഫ്റ്റി ആയിരുന്നു. ഭക്ഷണം കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു. പാവ് ബജി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബിരിയാണിയുടെ ടേസ്റ്റ് രാവിലെ കിട്ടിയത് ഉച്ച കിട്ടിയതും വെച്ച് നോക്കുമ്പോൾ അത് കുറവായിരുന്നു. പട്ടാളക്കാരായിരുന്നു കൂടുതൽ. ഫാമിലി കുട്ടികളൊക്കെ ഉള്ള സമയത്താണ് ഇങ്ങനത്തെ സമയത്തൊക്കെ ശരിക്കും പെട്ടുപോകാം. ഞാൻ ഒരു തവണ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതന്ന് ആക്ച്വലി ട്രെയിന് മിസ്സായത്, കണക്ഷൻ ട്രെയിന് മിസ്സായതുകൊണ്ട് ഡിലേ ആയതുകൊണ്ട് അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ എന്താ പറയണ്ടത്, പെട്ടെന്ന് സഡൻലി ടിക്കറ്റൊക്കെ വേറെ മാറ്റി ബുക്ക് ചെയ്തൊക്കെ ചെയ്യേണ്ടി വന്നപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു. ഇപ്പോൾ കുട്ടികളിലൊക്കെ ഉള്ള സമയത്താണ് ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോവുക. പിന്നെ വേറെ ഒന്നും പറയണ്ട? വേറെന്ത് പറയാ, ഇനി കുളിക്കണം, ഒന്ന് ഉറങ്ങണം, നാളെ നമ്മള് രാവിലെ തിരിക്കുന്നതാണ്. അപ്പോൾ യാത്ര തന്നെയാണ് മെയിൻ ഉദ്ദേശം. മുമ്പും ഷജീർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ മസൂരി ട്രിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോ. അപ്പോൾ ഇങ്ങനെ 2 ദിവസം കറങ്ങാൻ ആ ഒരു ഇൻറ്റൻഷനിലൂടെയാണ് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് നല്ല മഴയാണ്. ഉത്തരാഖണ്ഡിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, രാവിലെ നല്ല മഴയാണ്. അപ്പോൾ നിങ്ങൾ കാലാവസ്ഥ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അറിയില്ല, നാളെ ട്രിപ്പിൻ്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ മിക്കവാറും ഇവിടുന്ന് വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ മഴ ഇല്ലെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ കുറേ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിലും. പിന്നെ ഹിമാചലിലൊക്കെ പല സ്ഥലത്തും ഫ്ലഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രാവലിങ്ങിൻ്റെ കാര്യം അറിയില്ല. പിന്നെ ബൈക്ക് എടുത്തിട്ട് പോകുന്നതുകൊണ്ടാണ് ചെറിയൊരു റിസ്ക്. അധികം എന്താ പറയുക സ്പീഡിൽ പോകാനും പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നാളെ മുതൽ യാത്ര തുടങ്ങിയാണ്. 2 ദിവസം എന്തായാലും പുറത്തായിരിക്കും. അപ്പോൾ ഷജീറിൻ്റെ കൂടെ വീണ്ടും നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് നമ്മൾ കാണുന്നതാണ്. തിരിച്ചു പോകേണ്ടത് സെയിം റൂട്ടാണ്, അതെങ്കിലും 2 ദിവസം കൊണ്ട് എത്തുന്ന പ്രതീക്ഷയിൽ അതെല്ലാം എത്തും. ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴെങ്കിലും നമ്മളെ ഇതുപോലെ ഡിലേ ഇല്ലാണ്ട് നിൽക്കട്ടെ. അത്രയും പെട്ടെന്ന് യാത്രകളൊക്കെ കഴിഞ്ഞ് അവന് വീട്ടിൽ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുന്നത്. നമ്മൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ, ട്രാവൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ.